നമ്മൾ ഇന്ന് ഒരു ഗംഭീര കഥയാണ് കേൾക്കാൻ പോകുന്നത്. 20-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ സ്വന്തം അക്ഷരങ്ങൾ കൊണ്ട് വലിയൊരു സാമൂഹിക വിപ്ലവം സൃഷ്ടിച്ച വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ജീവിതകഥ. ഇതൊരു സാധാരണ ചരിത്രമല്ല കേട്ടോ, അവിശ്വസനീയമായൊരു പോരാട്ടത്തിന്റെ കഥയാണ്. ഈ എക്സ്പ്ലെയിനറിലേക്ക് നമുക്ക് നേരെ കടക്കാം. തുടങ്ങുന്നതിനു മുൻപ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കേവലം ഒരു നാടകത്തിന്, അതായത് ഒരു സ്റ്റേജ് പെർഫോമൻസിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്ധവിശ്വാസങ്ങളെയും അടിച്ചമർത്തലുകളെയും വേരോടെ പിഴുതെറിയാൻ കഴിയുമോ? അതെ, കഴിഞ്ഞു. അതെങ്ങനെ സംഭവിച്ചു എന്നതിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ആദ്യമായി യാഥാസ്ഥിതികത്വത്തിന്റെ ചങ്ങലകൾ. ഈ പോരാട്ടത്തിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കഥയിലെ ആ വലിയ വില്ലനെ നമ്മൾ ആദ്യം തിരിച്ചറിയണം. 1996-ൽ വി.ടി. ജനിച്ചു വീണ അന്ധകാരം നിറഞ്ഞ ആ പഴയ നമ്പൂതിരി സമുദായം തന്നെയായിരുന്നു ആ വില്ലൻ. അന്നത്തെ സമൂഹം വളരെ ക്രൂരമായി വിഭജിക്കപ്പെട്ട ഒന്നായിരുന്നു. സമുദായത്തിലെ ഇളയ പുരുഷന്മാരായ അപ്പന്മാരെയും അന്തർജനങ്ങൾ എന്നു വിളിച്ചിരുന്ന സ്ത്രീകളെയും ഈ വ്യവസ്ഥിതി ശരിക്കും ശ്വാസമുട്ടിച്ചു. ഒന്നാലോചിച്ചു നോക്കൂ, സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാനോ സ്വത്തിൽ അവകാശമോ ഇല്ലാത്ത ഒരു കൂട്ടം യുവാക്കൾ. അതായിരുന്നു അപ്പന്മാരുടെ അവസ്ഥ. ഇനി സ്ത്രീകളുടെ കാര്യമോ? അത് ഇതിലും ദാരുണമായിരുന്നു. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ 6-ാം ജന്മദിനം കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണാൻ പാടില്ല. ആകെ അനുവാദമുള്ളത് പ്രാർത്ഥിക്കാനും കുളിക്കാനും പിന്നെ അടുക്കളയിലെ ഇരുട്ടിൽ കിടന്ന് കഷ്ടപ്പെടാനും മാത്രം. സ്വന്തം അച്ഛനോ സഹോദരനോ പോലും അവരെ കാണാൻ പാടില്ലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടലുണ്ടാക്കുന്നില്ല. ഭാഗം 2. ഉണർവും വിപ്ലവവും. ഏതൊരു വലിയ കഥയിലും അതിലെ നായകനെ തട്ടി ഉണർത്തുന്നൊരു സംഭവമുണ്ടാകുമല്ലോ. ഈ കൂരിരുട്ടിലേക്ക് വെളിച്ചം വീശിയ ഒരു ചെറിയ തീപ്പൊരി. ആ തീപ്പൊരി വി.ടിയുടെ ജീവിതത്തിലും സംഭവിച്ചു. അതൊരു ഗംഭീര നിമിഷമായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ വളരെ ദരിദ്രനായ പൂജാരിയായി ജോലി ചെയ്യുമ്പോഴാണ് വി.ടിക്ക് തന്റെ ജീവിതം മാറ്റിമറിച്ച ആ വെളിപാടുണ്ടാകുന്നത്. 10 വയസ്സുള്ളൊരു അയൽവാസി പെൺകുട്ടിയാണ് അദ്ദേഹത്തെ മലയാള അക്ഷരമാല പഠിപ്പിച്ചത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: അജ്ഞാനത്തിന്റെ മൂടുപടം പിച്ചിച്ചീന്തപ്പെട്ടപ്പോഴും അറിവിന്റെ പുഞ്ചിരി എന്നിൽ വീണപ്പോഴും ഞാൻ തികച്ചും ആവേശഭരിതനായി. ആ വാക്കുകളിലെ ആവേശം കണ്ടോ? അവിടെ നിന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് മാറിയത്. 1896-ൽ ജനിച്ച അദ്ദേഹം പിന്നീട് 1921-ൽ അലഹബാദിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു. പക്ഷേ അതദ്ദേഹത്തെ തളർത്തിയോ? ഇല്ലേയില്ല. ജാതീയതയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് അത് ഇരട്ടി ഊർജം നൽകി. 1924-ൽ രജനീരംഗം പ്രസിദ്ധീകരിച്ചു. 1929-ൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ചരിത്രപ്രധാനമായ നാടകം അരങ്ങിലെത്തി. ഇതാ നമ്മൾ കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. ഭാഗം 3. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. സ്റ്റേജ് അഥവാ നാടകവേദിയെ സാമൂഹിക വിമോചനത്തിനുള്ള ഒരു വെടിയൊണ്ടയായി വി.ടി. മാറ്റിയത് എങ്ങനെയാണെന്ന് ഇവിടെ നമുക്ക് കാണാം. 1929-ലാണ് അദ്ദേഹം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന ആ വിഖ്യാത നാടകം എഴുതുന്നത്. അത് വെറുമൊരു നാടകമായിരുന്നില്ല, മലയാള നാടകവേദി കണ്ട ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ നാടകമായിരുന്നു. യാഥാസ്ഥിതികമായ വിദ്യാഭ്യാസ രീതികളെയും അതുപോലെ സ്വന്തം സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന മൃഗസമാനമായ ജീവിതത്തെയും അദ്ദേഹം ഇതിലൂടെ മുഖത്തു നോക്കി ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ ആ നിരാശയും ദേഷ്യവും എത്രത്തോളമായിരുന്നുവെന്ന് ഈ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും. നായയായി ജനിക്കാം, പൂച്ചയായി ജനിക്കാം, കുറുക്കനായി ജനിക്കാം, പക്ഷേ നമ്പൂതിരി ഇല്ലത്തെ ഒരു അപ്പനായി മാത്രം ജനിക്കരുത്. സ്വന്തം സമുദായത്തിലെ ഇളയ പുരുഷന്മാരുടെ ഹൃദയഭേദകമായ അവസ്ഥ അദ്ദേഹം ഇതിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ സ്ത്രീകളുടെ വിമോചനം തന്നെയായിരുന്നു. മനുഷ്യർ തന്നെ ഉണ്ടാക്കിവെച്ച ഈ മതിലുകൾ ഇടിച്ചു നിരത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. കന്യകമാരുടെ കോമളകരങ്ങളിൽ എന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ നാടകം ആ അന്തർജനങ്ങൾക്കായി സമർപ്പിച്ചത്. ആ സ്ത്രീകളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിയ ബഹുമാനമാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നാടകം അക്ഷരാർത്ഥത്തിലൊരു ബോംബ് സ്ഫോടനം തന്നെയായിരുന്നു. യാഥാസ്ഥിതികരുടെ അത്രയും കടുത്ത എതിർപ്പുകൾ ഉണ്ടായിട്ടും വി.ടി. തന്റെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ഈ നാടകം അരങ്ങിലെത്തിച്ചു. പ്രസിദ്ധ നടനായ പ്രേംജിയായിരുന്നു ഇതിൽ അഭിനയിച്ചത്. നായികയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നതിൽ നിന്ന് നായകൻ മാധവൻ രക്ഷിക്കുന്നതും ഒടുവിൽ വേദിയിൽ വെച്ച് നായികയുടെ ഘോഷ അഥവാ മുഖപടം വളരെ നാടകീയമായി വലിച്ചുകീറുന്നതുമായിരുന്നു ഇതിന്റെ ക്ലൈമാക്സ്. കാണികൾക്കതൊരു വലിയ നടുക്കവും ഒപ്പം പുതിയൊരു ലോകത്തേക്കുള്ള വാതിലുമാണ് തുറന്നിട്ടത്. 4-ാമത്തെ ഭാഗം. കണ്ണീരും കിനാവും. പിന്നെ ആ വലിയ പൈതൃകവും. കലയിലൂടെയുള്ള ഈയൊരു ചെറിയ ചെറുത്തുനിൽപ്പ് എങ്ങനെയാണ് പിന്നീട് കേരള നവോത്ഥാന ചരിത്രത്തിലെ മായാത്തൊരു പൈതൃകമായി മാറിയത് എന്ന് നമുക്ക് നോക്കാം.
അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ കണ്ണീരും കിനാവും എന്ന ആത്മകഥ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ലോകവിവരമില്ലാത്തൊരു യുവാവിൽ നിന്ന് തീപ്പൊരിയായ ഒരു സാമൂഹിക പരിഷ്കർത്താവിലേക്കുള്ള അദ്ദേഹത്തിന്റെ അതിശയകരമായ മാറ്റം ഈ പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല, മറിച്ച് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നുകയറിയ ഒരു സമുദായത്തിന്റെ മുഴുവൻ പോരാട്ടമാണ്. വീട്ടിയുടെ ജീവിതകാലം മുഴുവനുമുള്ള ആ അർപ്പണബോധം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫീസ് കണ്ടെത്താനും പുസ്തകങ്ങൾ വാങ്ങാനും വേണ്ടി 1931 അദ്ദേഹം 7 ദിവസം നീണ്ടുനിന്ന പ്രസിദ്ധമായ യാചനായാത്ര നടത്തി. അതുകൂടാതെ തന്റെ സമുദായത്തിൽ ആദ്യമായി മിശ്രവിവാഹം നടത്തിക്കൊടുത്തതും വിധവാ വിവാഹത്തിനായി ധീരമായി പോരാടിയതും അദ്ദേഹമാണ്. ഈ വലിയ സംഭാവനകളെ മാനിച്ച് 1976 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. അപ്പോ നമ്മുടെ ഈ എക്സ്പ്ലെയിനർ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വയ്ക്കുകയാണ്. ഒരൊറ്റ മനുഷ്യന്റെ വാക്കുകൾക്കും ഇച്ഛാശക്തിക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യാഥാസ്ഥിതികത്വത്തെ വേരോടെ പിഴുതെറിയാൻ കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ആധുനിക സമൂഹത്തിൽ ഇനിയും വലിച്ചു കീറപ്പെടേണ്ട അജ്ഞാനത്തിന്റെ ഏതൊക്കെ മൂടുപടങ്ങളാണ് ബാക്കിയുള്ളത്? എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.